ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഗോപാൽപുര ഒന്ന് കേട്ടിട്ട് പോകും. 28-ാം ഭാഗം. ഒരിക്കൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, കൂട്ടുകാർ എങ്ങനെ ഉള്ളവരായിരിക്കണം? അതിനായി ക്രിസ്തു അവരോട് ഒരു ഉപമ പറഞ്ഞു. ക്രിസ്തു അവരോട് പറഞ്ഞു, ഒരു കൂട്ടുകാരൻ എങ്ങനെയായിരിക്കണം. ഒരു വ്യക്തി റോഡിലൂടെ നടന്നു പോകുമ്പോൾ കള്ളന്മാർ അവനെ പിടിച്ചു ഉപദ്രവിച്ചു. അവൻ അവിടെ റോഡിൽ വീണ് കിടന്നു. അതുവഴി ആദ്യം ഒരു പുരോഹിതൻ കടന്നു. ഈ വ്യക്തി കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് റോഡിൽ കിടക്കുന്ന ഈ വ്യക്തി ആ പുരോഹിതൻ മൈൻഡ് ചെയ്തില്ല, നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. കണ്ടിട്ടും കാണാത്തതുപോലെ പോയി. അത്ഭുതപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പുരോഹിതന്മാർ ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ നൽകുകയല്ലാതെ ആർക്കെങ്കിലും പെൻസിൽ മേടിച്ചു കൊടുത്ത ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. പിന്നീട് വന്നത് ഒരു ലേവ്യൻ, ദൈവത്തിനെ കോണ്ടാക്ട് എടുത്തിരിക്കുന്നവർ. അവരുടെ സ്തുതിഗീതങ്ങളാലും അതിമധുര ഗാനങ്ങളാലും ദൈവത്തെ പോഴ്ത്തുന്ന, ദൈവത്തോട് അടുത്തിരിക്കുന്നവർ. പ്രത്യേക കോണ്ടാക്ട് ദൈവവുമായിട്ടുള്ള അങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്നും ഒരു ലേവ്യം വന്നു. പുള്ളിക്കാരനും മൈൻഡ് ചെയ്യാതെ ഈ വഴിയിൽ കിടക്കുന്ന കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് കിടക്കുന്ന ഈ വ്യക്തിയെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. പക്ഷെ അതുവഴി ഒരു ശമരിയക്കാരൻ വന്നു. ആ ശമരിയക്കാരൻ അവനെ എടുത്തുയർത്തി, അവന്റെ മുറിവുകളെ കെട്ടി എണ്ണ തേച്ചു, അവനെ അടുത്തുള്ള സത്രത്തിൽ കൊണ്ടുപോയി അവനെ വേണ്ട രീതിയിൽ ചികിത്സിക്കാനുള്ള എല്ലാ ചിലവുകളും ഞാൻ നൽകി അവന് കൊടുത്തു. കൂടാതെ ഇനിയും ആവശ്യമെങ്കിൽ ഞാൻ തരാമെന്നും വാഗ്ദത്തം ചെയ്തു. അത് ഒരു ശമരിയക്കാരൻ. അദ്ദേഹത്തിന് ദൈവവുമായിട്ട് വലിയ ഇതൊന്നും അടുപ്പൊന്നുമില്ല, ഒരു സാധാരണക്കാരൻ. അപ്പോൾ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ ഈ 3 പേരിൽ നല്ലത് ആ ശമരിയക്കാരനാണെന്ന് കാണിക്കുവാൻ യേശുക്രിസ്തു ഇങ്ങനെ ഒരു ഉപമ തന്റെ ശിഷ്യന്മാരോടായി പറഞ്ഞു. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ ഈ ഉപമ നമുക്ക് കാണാം. ഇങ്ങനെ പല ശമരിയക്കാരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു വ്യക്തി വീണു കിടക്കുന്ന വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് അവന്റെ മുറിവുകൾ കെട്ടി അവനെ ആശുപത്രിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമല്ല. ഒരു ശമരിയക്കാരൻ, നല്ല ശമരിയക്കാരൻ, ഒരു പ്രകാശം ഒരു വ്യക്തിയെ എനിക്കറിയാം. അവന് അവന് അച്ഛനില്ല, അമ്മയാണ് അവനെ കഷ്ടപ്പെടുത്തുന്നത്. അമ്മ അന്ന് പണിക്ക് പോയി, ജോലിക്ക് പോയി. തീർച്ചയായപ്പോൾ അവിടെ നിന്നും ഇറങ്ങി അടുത്ത വീട്ടിലെ അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ കൂട്ടുകാരനെ വിളിക്കാനായിട്ട് അവിടേക്ക് ചെന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ആ കൂട്ടുകാരൻ്റെ പേര് നമുക്ക് ഒരു ഉദാഹരണത്തിന് ഷാജി എന്ന് വെക്കാം. ഷാജിയെ വിളിക്കാൻ അവിടെ ചെന്നപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, മോനെ കയറിയോ, പ്രകാശ് കയറിയോ മോനെ എന്ന് പറഞ്ഞിട്ട് അവന് വയറ് നിറച്ച് ആഹാരം കൊടുത്തു. അവരുടെ ഡൈനിങ് ടേബിളിൽ അവരോടൊപ്പം ഇരുത്തി നല്ല സുഭിക്ഷമായ ആഹാരം വിശന്ന സമയത്ത് അവൻ കൊടുത്തു. അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതാണ് നല്ല ശമരിയക്കാരി. ആ നല്ല ശമരിയക്കാരി ജീവിതത്തിൽ ഒരിക്കലും അവൻ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അവന്റെ ഓർമ്മയിൽ ആ നല്ല ശമരിയക്കാരിയെ ഓർത്തിരിക്കും. ഇതാണ് ശമരിയക്കാരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കാണരുത്. രോഗം, ആരെങ്കിലും അവരെ അടിച്ചു മുറിവേൽപ്പിച്ചു, അവരെ വേണ്ട രീതിയിൽ പരിചരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല. നല്ല ശമരിയക്കാരൻ, നല്ല കൂട്ടുകാരൻ അതിന് പല തെളിവുകളുമുണ്ട്, പല വഴികളുമുണ്ട്. റോഡ് സൈഡിൽ നിന്ന് ഇടവഴിയിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലെ ടൈറ്റസുമായിട്ട് സംസാരിക്കുമായിരുന്നു. വളരെ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അവൾ കോളേജിൽ പഠിക്കുന്നുവെന്ന് നമുക്ക് ധരിക്കാം. ഈ സമയത്താണ് അതുവഴി ഷംസീർക്കായുടെ ഉപ്പ വരുന്നത്. ഷംസീർക്കായുടെ ഉപ്പ അതുവഴി വന്നിട്ട് ഉഷിയോട് ചോദിക്കും, എന്താണ് ഇവിടെ നിൽക്കുന്നത്, എന്താണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്, എന്തോ സംസാരിക്കുന്നത്, എന്തോ നിനക്ക് വീട്ടിൽ പോമേ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഓടിച്ചെങ്കിൽ, നീ എന്തിനും ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ അവളെ വഴക്ക് പറഞ്ഞ്, എത്ര നേരം വഴി ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഉഷിയെ വഴക്ക് പറഞ്ഞ് ഓടിച്ചെങ്കിൽ യാതൊരു രക്തബന്ധവുമില്ല.
അപ്പുറത്തെ ഷംസീറിന്റെ ഷിക്കായുടെ ഉപ്പയാണ്. ജാതിയല്ല, മതമല്ല, എങ്കിലും അവളെ ആ സമയത്ത് തക്കതായ സമയത്ത് അവളെ വഴക്ക് പറഞ്ഞു ഓടിച്ചെങ്കിൽ അതും ഒരു ശമരിയക്കാരനാണ്. ഇന്ന് അവളെ വിവാഹം കഴിച്ച് നല്ല ഒരു ജീവിതം നയിക്കുന്നതിന് കാരണം ആ ശമരിയക്കാരനാണ്, അല്ലേ? അപ്പോൾ ശമരിയക്കാരൻ എന്ന കഥയ്ക്കർത്ഥം, യേശുക്രിസ്തു എന്ന് പറഞ്ഞതിന് അർത്ഥം മുറിവുകൊണ്ട് ഉണക്കി, ഒരു മുറിവേറ്റവനെ മുറിവ് ഉണക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. അങ്ങനെ ആരും ധരിക്കുകയും വേണ്ട. ഒരു പെൺകുട്ടി ക്ലാസ് കട്ട് ചെയ്ത് കൂട്ടുകാരൊപ്പം തിയേറ്ററിൽ ചെന്നിരിക്കുകയാണ്. തിയേറ്ററിൽ ചെന്ന് പറ്റിയതാണ് ഞാനും പോയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സീൻ പറയുന്നത്. അങ്ങനെ കോളേജിൽ പോയി ഒരു പെൺകുട്ടി പോയി കോളേജിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം കട്ട് ചെയ്തിട്ട് ചിലങ്ക തിയേറ്ററിലോ അതുപോലുള്ള ഫേമസ് ആയിട്ടുള്ള തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ടപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഷൈനി ചേച്ചി കണ്ടു. എടി, നീ എന്തിനാ ഇവിടെ തിയേറ്ററിൽ പോയി ക്ലാസ്സിൽ, നീ കോളേജിൽ പോയില്ലേ എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയും. അവളെ തിരിച്ച് നല്ല മാർഗത്തിലേക്ക് പറയും, ഇനിയും നീ ഇങ്ങനെ കാണിച്ചാൽ നിന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് ശരിയല്ലേ? മോളെ പഠിക്കാൻ പഠിക്കണം, നിന്റെ അപ്പയും അമ്മയൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നിന്നെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ വഴിതിരിച്ച് വിട്ടെങ്കിൽ അതിലെ ശമരിയക്കാരി, യേശുക്രിസ്തു പറഞ്ഞ ശമരിയക്കാരികളൊക്കെ ഇതാ. ഞാനിത് ഓർത്ത് പറയാനൊരു കാരണമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ, എൻ്റെ കിഴക്കേ വീട്ടിലുണ്ടായിരുന്നു ഒരു കുഞ്ചാൻ, നെല്ലിമൂട്ടിൽ കുഞ്ചാൻ ഇന്നലെ മരിച്ചു. ഇന്ന് ശവ സംസ്കാരമാണ് നടക്കുന്നത്. അദ്ദേഹം ഒരു മഹാനായിട്ടല്ല ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു മഹത് വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം ഒരു കല്ലുവെട്ട് തൊഴിലാളിയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബാല്യകാലത്ത് യൗവനത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ മുറിബീഡിയൊക്കെ റോഡിൽ നിന്നൊക്കെ പെറുക്കി മേടിക്കാനുള്ള പൈസയൊന്നുമില്ല, വരിക്കുമായിരുന്നു. കൂട്ടുകാരൊക്കെ കൂടി ഒരു രസം പോലെ. ഇല്ലെങ്കിൽ പേപ്പർ അതിനകത്ത് ഈ ചകിരിയൊക്കെ വെച്ചിട്ട് മടക്കി ഒതുക്കി പുക വരണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ നടന്നൊരു കാലഘട്ടവും എനിക്കും ഉണ്ടായിരുന്നു. അന്ന് ഇവരുടെ കല്ലുവെട്ടാൻ കുഴിക്കകത്തിരുന്ന വലിക്കുന്നത് കൂട്ടുകാരും കൂടി, 1-2 കൂട്ടുകാരൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അവരുമായിട്ടൊക്കെ പോയിരുന്ന് ഈ ബീഡിയൊക്കെ വെച്ച് വലിച്ച് കീച്ചുമ്പോൾ ഒരു ദിവസം ഈ കുഞ്ചൻ വന്നു. ഇന്ന് ശവസംസ്കാരമാണെന്ന് ഞാൻ പറയുന്ന ആ വ്യക്തി വന്നു. എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ, ചേട്ടൻ്റെ പ്രായം, വന്നിട്ട് എന്തോ ആളായി നോക്കി കാണിക്കുന്നതെന്ന് ചോദിച്ച് ചെവിക്ക് പിടിച്ചു. എൻ്റെ കർണക്കുറ്റി നോക്കി ഒറ്റ അടിയാണ്. മേലാൽ ഇങ്ങനെ കണ്ടേക്കരുത് കേട്ടോ, നല്ല സ്വഭാവമല്ല എന്ന് പറഞ്ഞ് അന്ന് എന്നെ അടിക്കുക കുഞ്ചൻ. അതായിരുന്നു ഒരു ശമരിയക്കാരൻ. ഇന്നത്തെ തലമുറയിലെ പിള്ളേരോട് വീടി വലിക്കുമ്പം അവരുടെ വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ ചെന്നൊന്ന് പറഞ്ഞ്, നിങ്ങളുടെ മോനെ കല്ലുവെട്ടാൻ കൊണ്ടിരുന്ന് വീടി വലിക്കുന്ന ഞാൻ കണ്ടു എന്നൊന്ന് പറഞ്ഞ് അവർ തിരിച്ചു വേണമെങ്കിൽ കുഞ്ചാനോട് ചൂടാവും, ഇല്ലേ? എൻ്റെ മോൻ മരിക്കുന്നതിന് കുഞ്ഞുഞ്ഞെ നിനക്കെന്നാ കാര്യം? പക്ഷെ ഞങ്ങളുടെയൊക്കെ അപ്പനും അമ്മയും, അന്നത്തെ തലമുറയിലെ അപ്പനും അമ്മയൊക്കെ മക്കളെ കുറ്റം ചെയ്തത് കണ്ടാൽ അവരെ വഴക്ക് പറയുന്ന വ്യക്തിയോട് ആദരവും സ്നേഹവും ബഹുമാനവുമാണ്. കുഞ്ചാനപ്പം ഞങ്ങളുടെ അച്ഛനോട് അമ്മയോട് ഞാനിവരിന്ന് കല്ലുവെട്ടാൻ കൊഴിയില്ലെന്ന് വീടി വലിക്കുന്ന കണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞുഞ്ഞെ 2 കുളങ്ങളിലൊക്കെ അവരെ കർമ്മക്കുട്ടി കൊടുക്കാൻ വയ്യായിരുന്നു എന്ന് ചോദിക്കും. പക്ഷെ പുതിയ തലമുറയിലെ പിള്ളേരുടെ അപ്പനും അമ്മയന്മാരൊക്കെ നിനക്കെന്നാ എൻ്റെ മോനെ അവനോട് പറയുമ്പോൾ നേരെയുള്ളൂ, ഈ പ്രായത്തിൻ്റെ ആണ് കുഞ്ഞുഞ്ഞെ, ഈ പ്രായത്തിൻ്റെ ഇച്ചിരി കഴിയുമ്പോൾ മാറും. ഇന്ന് കുഞ്ചൻ്റെ ശവസംസ്കാരമാണ്. ഒരു മഹത് വ്യക്തിയായത് ഞങ്ങൾക്കൊക്കെ, എന്നെ പോലും ചിലരുടെയൊക്കെ മനസ്സിൽ ഇദ്ദേഹം ഒരു നല്ല ശമരിയക്കാരൻ. കുഞ്ചാന്, നെല്ലിമൂട്ടിൽ കുഞ്ചാൻ, ഇന്ന് തൃശ്ശൂരാണ്, മുക്കാഞ്ഞിരത്ത് നെല്ലിമൂട്ടിൽ കുഞ്ചാൻ ഞാൻ ആദരാഞ്ജലികൾ നേരുന്നു. ഒരു നല്ല ശമരിയക്കാരൻ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ നല്ല പല ശമരിയക്കാരന്മാരുണ്ടാകും. ഒരു നേരത്തെ ആഹാരം തന്നവരായിരിക്കാം വിശന്നിരുന്നത്. നിങ്ങൾ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ നിങ്ങളെ വഴി നേരെയാക്കി തന്നവരായിരിക്കാം. കുറ്റങ്ങളും കുറവുകളും ഉള്ള സാഹചര്യത്തിൽ അത് ചൂണ്ടിക്കാണിച്ച് ഇതല്ല മോനെ മാർഗം, ഇതാണ് മാർഗമെന്ന് പറഞ്ഞു തന്നവരായിരിക്കാം. ഒരു നേരത്തെ ആഹാരം തന്നവരായിരിക്കാം. എന്തെല്ലാം വഴികൾ, പലതരത്തിൽ ഇങ്ങനെ പല രീതിയിൽ ശമരിയക്കാരന്മാർ. നീ ഹലോ ഒന്ന് കേട്ടിട്ട് പോ 28ാം ഭാഗം. ഞാൻ മുല്ലത്തരണ്ടാലും മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽ.